Hi friends, ഞാൻ ബോണിയാണ്. നമുക്ക് ഓൺലൈനായിട്ട് NPS-നെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. NPS എന്ന് പറഞ്ഞാൽ നാഷണൽ പെൻഷൻ സിസ്റ്റം ആണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ നാഷണൽ പെൻഷൻ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞ് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അടങ്ങിയ ഒരു കംപ്ലീറ്റ് ഗൈഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ NPS എന്താണെന്ന് കൂടുതലായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മേലെ ഐ ബട്ടണിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഈ NPS-ന് വേണ്ടി നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് ഒന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലൈനായിട്ട് NPS അപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യമേ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഈ NPS എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആ ഡയറക്റ്റ് ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താലും മതി. ഈ NPS എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഈ പേജിൽ നാഷണൽ പെൻഷൻ സിസ്റ്റം എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ആ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇതിൽ നമ്മൾ ആപ്ലിക്കേഷൻ ടൈപ്പ് ഇൻഡിവിജ്വൽ സബ്സ്ക്രൈബർ, സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കന്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, രജിസ്റ്റർ വിത്ത് ആധാർ വിത്ത് ഓൺലൈൻ KYC. ഓക്കെ, അക്കൗണ്ട് ടൈപ്പ്. അപ്പോൾ ഞാൻ ടയർ 1-ലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വഴി നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആധാർ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും ആധാർ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ NPS-ന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ കാര്യങ്ങളെല്ലാം പേപ്പർലെസ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഈ NSDL ഓഫീസിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിട്ട് വരുന്നില്ല. എല്ലാ പ്രോസസ്സും തന്നെ ഓൺലൈനായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ജനറേറ്റ് OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു OTP നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ബോക്സിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. OTP സക്സസ്ഫുള്ളി സെൻഡ് ടു ദ മൊബൈൽ നമ്പർ എന്നിവിടെ കാണാം. അതായത് നിങ്ങളുടെ ഫോണിലേക്ക് രജിസ്റ്റേർഡ് ആയ ഫോണിലേക്ക് ഒരു OTP വന്നിരിക്കും. ആ OTP നിങ്ങളോട് എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഈ പേജിൽ നിങ്ങൾ സ്റ്റാർ മാർക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും തന്നെ വളരെ ഈസിയായ കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാ ഫീൽഡും നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർ മാർക്കുള്ള ഫസ്റ്റ് നെയിമും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾ സിറ്റി ഓഫ് ബർത്ത് കൊടുക്കുക, പിന്നെ കൺട്രി ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID നിർബന്ധമാണ്. ഈ രണ്ട് കാര്യങ്ങളും കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പാൻ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാദറിന്റെ നെയിം, ഫാദറിന്റെ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യണം. ഫാദറിന്റെ മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ മദറിന്റെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇത് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. ഈ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി നിങ്ങളോട് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ എല്ലാ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആയിട്ട് ആധാർ കാർഡാണ് ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ഒന്നും എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ലാസ്റ്റ് ഇവിടെ താഴെ ഒരു ക്യാപ്ച ഉണ്ട്, 27+5. ആ ക്യാപ്ച നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ 32 ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പേജിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ജനറേറ്റ് അക്നോളജ്മെന്റ് നമ്പർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ NPS-ന് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും ബാക്കി പ്രോസസ്സ് ഇനിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഓക്കെ, ഈ അക്നോളജ്മെന്റ് നമ്പർ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അക്നോളജ്മെന്റ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ലോഗ് ഔട്ട് ആയി പോവുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഈ അക്നോളജ്മെന്റ് നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ തന്നെ ഫുൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഓക്കെ കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മുടെ ടാക്സ് ഇൻഫർമേഷനുമാണ്. ഓക്കെ, നിങ്ങളൊരു US പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 3 കോളത്തിൽ നിങ്ങൾക്ക് ഇന്ത്യ എന്ന് കൊടുക്കാം. അതിനുശേഷം ഈ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യുക. ഈ സ്റ്റേറ്റിന്റെ അവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് കേരള അല്ലെങ്കിൽ കേരള എന്ന് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ സിറ്റി എൻ്റർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സിപ്പ് കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്താണ് എല്ലാവർക്കും മേജറായിട്ട് ഡൗട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് എൻ്റർ ചെയ്യണമെന്ന് എല്ലാവരും തന്നെ ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എൻ്റർ ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഭാഗം ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അഡ്രസ് ടൈപ്പ് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ അഡ്രസ് ടൈപ്പ് റെസിഡൻഷ്യൽ ആണെങ്കിൽ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ നിന്ന് കൊടുക്കാം. ഓക്കെ, അഡ്രസ് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആധാർ കാർഡിൽ നിന്ന് നമ്മൾ ഫിൽഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അഡ്രസ് എൻ്റർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല, അത് ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ റെസിഡൻഷ്യൽ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് റെസിഡൻഷ്യൽ അഡ്രസ് ആയതുകൊണ്ട് രണ്ടും ഞാൻ റെസിഡൻഷ്യൽ എന്ന് കൊടുക്കുകയാണ്. സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്. ഇതിൽ ആദ്യമേ നമ്മുടെ ഒക്യുപ്പേഷൻ ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നമ്മുടെ ഇൻകം റേഞ്ച് ഒക്കെയാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ എൻ്റർ ചെയ്യാം. നിങ്ങളുടെ ഇൻകം റേഞ്ച് എത്രയാണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാം. ഇതിൽ ഒക്യുപ്പേഷൻ ഡീറ്റെയിൽസ് മാത്രമേ മാൻഡേറ്ററി ആയിട്ട് ഉള്ളൂ. ഓക്കെ, അതിനുശേഷം താഴേക്ക് വരുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഇത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഈ ബാങ്ക് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ
IFSC കോഡ്, ബാങ്കിന്റെ നെയിം, ബ്രാഞ്ചിന്റെ അഡ്രസ്സ് ഇതൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ IFSC കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഫില്ലിനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇൻ കേസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ആധാർ തമ്മിൽ ലിങ്ക്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത് വരുന്ന പേജ് ഇതാണ്. ഇതിൽ നമുക്ക് നമ്മുടെ സ്കീം പ്രിഫറൻസും നമ്മുടെ നോമിനി ഡീറ്റെയിൽസുമാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സ്കീം പ്രിഫറൻസിൽ നിങ്ങളുടെ പെൻഷൻ ഫണ്ട് മാനേജറെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 7 പെൻഷൻ ഫണ്ട് മാനേജർ ആണ് ഉള്ളത്. ഓക്കെ, അതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് HDFCയുടെ പെൻഷൻ ഫണ്ട് മാനേജ്മെന്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ 2 ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ് ഉണ്ട്, ഒന്നെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ ആക്റ്റീവ് ചോയ്സ്. ഇതിൽ ഞാനിവിടെ ഓട്ടോ ചോയ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഓട്ടോ ചോയ്സിൽ ഞാനിവിടെ മോഡറേറ്റ് മെത്തേഡാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, മോഡറേറ്റ് മെത്തേഡിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓൾറെഡി എൻ്റെ NPSന്റെ കംപ്ലീറ്റ് ഗൈഡിന്റെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോമിനിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നോമിനിയുടെ ഫസ്റ്റ് നെയിം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ടൈം ഞാൻ എൻ്റർ ചെയ്യണം, മിഡിൽ നെയിം ഇല്ല. അടുത്തത് നിങ്ങളുടെ നോമിനി മേജർ ആണോ മൈനർ ആണോ എന്നാണ്. മേജർ ആണെങ്കിൽ നിങ്ങൾക്ക് മേജർ എന്ന് കൊടുക്കാം. പിന്നെ നോമിനി ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്നു. പിന്നെ എന്താണ് റിലേഷൻഷിപ്പ് എന്ന് ചോദിക്കുന്നു, അത് നമ്മൾ എൻ്റർ ചെയ്യുക. പെർസെൻറ്റേജ് ഷെയർ എത്രയാണോ അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇനി മാൻഡേറ്ററി ആയിട്ട് വരുന്നത് ഈ നോമിനിയുടെ അഡ്രസ് ആണ്. ഓക്കെ, ആ അഡ്രസ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അടുത്ത പേജിലായിട്ട് നമ്മൾ നമ്മുടെ സ്കാൻഡ് പാൻ കാർഡിന്റെ ഒരു PDF അല്ലെങ്കിൽ JPG ഫോർമാറ്റിലുള്ള ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒന്നെങ്കിൽ ഒരു ക്യാൻസൽഡ് ചെക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഫസ്റ്റ് പേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്കാൻഡ് പാൻ കാർഡ് കോപ്പി എന്തെങ്കിലും ഉണ്ട്, അപ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 2 ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഈ സ്കാൻഡ് പാൻ കാർഡും അതോടൊപ്പം തന്നെ ക്യാൻസൽഡ് ചെക്ക് അല്ലെങ്കിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇത് രണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ അപ്ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഓക്കെ, അടുത്ത പേജിൽ നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മുടെ ഫോട്ടോ ഓൾറെഡി പ്രിന്റഡ് ആയിരിക്കും. ഓക്കെ, കാരണം നമ്മുടെ ആധാർ കാർഡിൽ ഏത് ഫോട്ടോ ആണോ ഉള്ളത് ആ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് കോപ്പി ചെയ്ത് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ സിഗ്നേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിഗ്നേച്ചറിന്റെ ഒരു ഫയൽ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഞാനിവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞു. സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ സിഗ്നേച്ചർ സക്സസ്ഫുള്ളി അപ്ലോഡ് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ കൺഫേം കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ കൺഫേം കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ എൻ്റർ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് മാറ്റാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്, ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നെക്സ്റ്റ് കൊടുത്തിട്ട് ഓരോരോ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിനു ശേഷം ഡീറ്റെയിൽസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് പേയ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ടയർ 1 കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ മിനിമം ആയിട്ട് ചെയ്യേണ്ടത് 500 rupees ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ 500 rupeesന്റെ പേയ്മെന്റ് ഞാനിവിടെ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കൺഫേം പേയ്മെന്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് 500 ആണ്. അപ്പോൾ ഞാനിവിടെ ചെക്ക് മാർക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആനുവൽ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഇമെയിലിൽ വേണോ വേണ്ടയോ എന്നാണ്. ഞാനിവിടെ അത് വേണമെന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാൻ കാർഡ് മാത്രം മതിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡ് കൂടെ വേണോ എന്നാണ്. ഓക്കെ, ഈ പാൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പറാണ്. നിങ്ങൾക്ക് പാൻ കാർഡ് പോലെ തന്നെ ഒരു കാർഡ് നിങ്ങൾക്ക് ലഭിക്കും. ആ കാർഡ് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് വേണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ കിട്ടും. നിങ്ങൾക്ക് ഫിസിക്കലായിട്ടുള്ള പാൻ കാർഡ് നിങ്ങൾക്ക് വീട്ടിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് 18 രൂപ മാത്രമേ ഉള്ളൂ. 18 രൂപയുടെ ഈ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പാൻ കാർഡ്, അതായത് ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു പാൻ കാർഡ് ആയിരിക്കും നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് ഒരു മെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാനിവിടെ ഫിസിക്കൽ ആയിട്ടുള്ള പാൻ കാർഡ് തന്നെ അപ്ലൈ ചെയ്യുകയാണ്. അതിന് 40 രൂപയാണ് അതിന്റെ ചാർജ് എത്രയാണെന്ന് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ മേക്ക് പേയ്മെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഈ ഡീറ്റെയിൽസ് ഓക്കെ ആണെങ്കിൽ നമ്മൾ കൺഫേം എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 500 rupees പേയ്മെന്റ് നടത്തുകയാണ്. ഞാനിവിടെ ചൂസ് ചെയ്ത് ഇന്റർനെറ്റ് ബാങ്കിങ് ആണ്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ UPI പേയ്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ കൺഫേം കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സക്സസ്ഫുള്ളി പേയ്മെന്റ് നടത്തി കഴിഞ്ഞു. എൻ്റെ പ്രാൻ നമ്പർ ഇതാണ്. ഇവിടെ എൻ്റെ പ്രാൻ നമ്പർ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രാൻ നമ്പർ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അടുത്ത തവണ NPS-ലേക്ക് ലോഗിൻ ചെയ്യാൻ നേരത്തെ ഞാൻ കയറുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പേപ്പർലെസ് ഫോമിൽ നമുക്ക് ഡിജിറ്റലായിട്ട് നമ്മുടെ ഫോം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു OTP ഓതന്റിക്കേഷൻ അതിനു വേണ്ടി ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഈ ക്യാപ്ഷൻ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ജനറേറ്റ് OTP എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്കും നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും OTP വന്നിട്ടുണ്ടായിരിക്കും. ആ OTP നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. രണ്ടിലേക്കും സെപ്പറേറ്റ് ഈ OTP ആട്ടോ വരുന്നത്, അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ക്യാപ്ച എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ വെരിഫൈ OTP എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ OTP ഓതന്റിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി NPS-ന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഇമെയിലിലേക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും NPS-ൽ നിന്ന്. ആ മെയിലിൽ നമ്മുടെ പാൻ കാർഡ് ഒരു PDF ഫോർമാറ്റിൽ കാണും. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് NPS-ൽ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ മെത്തേഡ് അല്ലാതെ കുറച്ചുകൂടി സിമ്പിളായിട്ട് NPS-ൽ അപ്ലൈ ചെയ്യാൻ വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ET Money എന്നൊരു ആപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ET Money എന്നൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ NPS-ൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ET Money എന്ന ആപ്പിൽ നിങ്ങൾക്ക് NPS എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ഇവിടെ കണ്ടോ, NPS എന്നൊരു ഓപ്ഷൻ ഉണ്ട്. NPS-ൽ നിങ്ങൾക്ക് SIP ആയിട്ട് നിങ്ങൾക്ക് NPS-ൽ ഈ ആപ്പ് വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇത്രയും ഫോം ഒന്നും നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. പിന്നെ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ NPS-ൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ET Money എന്ന ആപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഫിനാൻസ് റിലേറ്റഡ് ആയ A to Z എല്ലാ കാര്യങ്ങളും ഈ ആപ്പിലുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ്, ടേം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ആപ്പിലുണ്ട്. വളരെ യൂസ്ഫുൾ ആയ ഒരു നല്ലൊരു ആപ്പാണ്, ജെന്യൂനായ ഒരു ആപ്പാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മെത്തേഡ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ET Money എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പ് വഴി നിങ്ങൾക്ക് ഈ NPS-ൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്പ് വഴി നിങ്ങൾക്ക് ഈ NPS-ൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഐ ആം ബോണി ജോർജ്. താങ്ക് യു ഫോർ വാച്ചിങ്.